ഹായ്. ചിലപ്പോഴൊക്കെ കുട്ടികളുടെ പല്ല് പൊങ്ങിയതായിട്ട് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് കമ്പിയിട്ട് ശരിയാക്കാമെന്നും കരുതിയിട്ടുണ്ടാവും. എന്നാൽ ചില സമയത്ത് പല്ല് പൊങ്ങിയതായിട്ട് തോന്നാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ താടിയെല്ലിന്റെ വളർച്ച കുറവ് കൊണ്ടാണ്. ഇതൊരു എല്ലിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഒരു 7 മുതൽ 10 വയസ്സിന് മുന്നേ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ടും പരിഹരിക്കാം. എല്ലിന്റെ വളർച്ച പൂർത്തിയായതിനു ശേഷം ഈ പ്രശ്നം പിന്നീട് പരിഹരിക്കാനാവില്ല. അത് പിന്നെ സർജറികളിലൂടെയൊക്കെ മാത്രമേ ശരിയാക്കാൻ പറ്റുള്ളൂ. ഒരു 14-15 വയസ്സിലൊക്കെ കുട്ടിയെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലിന്റെ പ്രശ്നം പരിഹരിക്കാതെ പല്ല് മാത്രം ക്രമീകരിച്ചു കൊണ്ടിട്ടുള്ള ഒരു കോംപ്രമൈസ്ഡ് ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. വളരുന്ന പ്രായത്തിലാണ് എന്നുണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിട്ടും നന്നായിട്ടും ചെലവ് കുറഞ്ഞ രീതിയിലും നമുക്കിതിന് ചികിത്സ ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ളതും ഊരി മാറ്റാൻ കഴിയുന്നതും അലൈനർ ബേസ്ഡ് അഡ്വാൻസിങ് അപ്ലയൻസുകളും ഇന്ന് ലഭ്യമാണ്. കീഴ്ത്താടി മുന്നോട്ട് വളർത്തിയെടുത്ത് മുഖത്തിന്റെ മൊത്തത്തിലുള്ള അപ്പിയറൻസ് നന്നാക്കുവാൻ വേണ്ടി സഹായിക്കുന്നു. 6 മുതൽ 8 മാസത്തെ ചികിത്സ കൊണ്ടിട്ട് കീഴ്ത്താടിയെല്ലിന്റെ വളർച്ച പൂർണ്ണമായിട്ടും വരുത്തുവാൻ കഴിയും. 50 മുതൽ 60% കേസുകളിലും പിന്നീട് കുട്ടി വലുതായതിനു ശേഷം ഭാവിയിൽ പല്ല് പൊങ്ങിയതിനു വേണ്ടി പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ടി വരില്ല. ചില കേസുകളിൽ ഒരു 14-15 വയസ്സാകുമ്പോൾ ചെറിയ രീതിയിലുള്ള ദന്തക്രമീകരണത്തിന്റെ ആവശ്യം മാത്രമേ വരാറുള്ളൂ. അതും പല്ലെടുക്കാതെ തന്നെയുള്ള ട്രീറ്റ്മെന്റുകളും നമുക്ക് ചെയ്യുവാൻ കഴിയും. കുട്ടികളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈകിപ്പിക്കേണ്ട, വേഗം തന്നെ പരിഹാരം തേടുക.